യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ITI ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞെടുക്കുക, ഗ്രാജുവേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞെടുക്കുക അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇവിടെ കാണുന്ന സ്ക്രീനിൽ കാണാം യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്റേൺ എന്ന് പറയുന്നത്, അതായത് ഇന്റേൺഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്ന സ്കീം 1 ഇയർ ഡ്യൂറേഷനിലാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അക്കോമഡേഷനും അതുപോലെ ക്യാൻറ്റീൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. എക്സാം ഫീയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. 137 വേക്കൻസിയാണ്. പിന്നെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്, ഇത്തരം വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കണോ എന്നുള്ളത് നിങ്ങൾ പറയാം. കാരണം ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജോബ് റോൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും വേക്കൻസി അത് കാര്യങ്ങളും പറയാം. കെമിക്കൽ പ്ലാന്റ്സ് ഓപ്പറേഷൻ സൂപ്പർവൈസിങ് ഇന്റേൺ ആണ്, 5 വേക്കൻസിയാണ്. അതിൻ്റെ ഓരോ യൂണിറ്റ് വൈസ് വേക്കൻസീസ് ആണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മൈനിങ് ഓപ്പറേഷൻ സൂപ്പർവൈസിങ് ഇന്റേൺ 19 വേക്കൻസിയാണ്. മൈനിങ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മൈനിങ് ഓപ്പറേഷൻ സൂപ്പർവൈസിങ് ഇന്റേൺ ആണ്. ഇതിൽ 4 വേക്കൻസി മൈനിങ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് യൂണിറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റം മെയിൻ്റെനൻസ് ഇന്റേൺ ആണ്, 15 വേക്കൻസി. ITI ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ HR ഇന്റേൺ, ഇതിൽ നിങ്ങൾക്ക് 3 വേക്കൻസിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 7 വേക്കൻസി. ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ മെയിൻ്റെനൻസ് ഇന്റേൺ 15 വേക്കൻസി. മെക്കാനിക് ഡീസൽ എഞ്ചിനിൽ നിങ്ങൾ ITI കഴിഞ്ഞവരെങ്കിൽ അപ്ലൈ ചെയ്യാം. മെക്കാനിക് മെയിൻ്റെനൻസ് സൂപ്പർവൈസിങ് ഇന്റേൺസ് 10 വേക്കൻസി. മെക്കാനിക്കൽ എഞ്ചിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ മെയിൻ്റെനൻസ് സൂപ്പർവൈസിങ് ഇന്റേൺ 5 വേക്കൻസി. മെക്കാനിക്കൽ എഞ്ചിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എക്യുപ്മെന്റ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, അപ്പോൾ ഇതൊക്കെ യൂണിറ്റ് വ്യത്യാസമുണ്ട്. അതാണ് സെയിം പോസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ. എക്യുപ്മെന്റ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഇന്റേൺ 15 വേക്കൻസി. ITI ഫിറ്റർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കെമിക്കൽ പ്ലാന്റ് ഓപ്പറേഷൻ സൂപ്പർവൈസിങ് ഇന്റേൺ 9 വേക്കൻസി. ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇലക്ട്രിക്കൽ സിസ്റ്റം സൂപ്പർവൈസിങ് ഇന്റേൺ 10 വേക്കൻസി. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇലക്ട്രിക്കൽ സിസ്റ്റം സൂപ്പർവൈസിങ് ഇന്റേൺ 5 വേക്കൻസി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. സിവിൽ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസിങ് ഇന്റേൺ 10 വേക്കൻസി. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു യൂണിറ്റിലും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ. അങ്ങനെ 137 വേക്കൻസി. അപ്പോൾ ഇന്റേൺ എന്താണ്, ഇന്റേൺഷിപ്പ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. 21 വയസ്സ് മിനിമം, മാക്സിമം 24 വയസ്സ്. ഇതിൻ്റെ ഉള്ളിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പർ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ ഇന്നെലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് അത്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ പാടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ആരൊക്കെ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തുള്ള ഉയർന്ന IIT IIMs ഒക്കെ പോലെയുള്ള ഉയർന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PM ഇന്റേൺഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല. ഓക്കെ. ഇനി CA CMA CSA MBS BDS MBA തുടങ്ങിയിട്ടുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പറയുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എലിജിബിൾ അല്ല. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും മുൻപ് സ്കിൽ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി നിങ്ങൾ NATS വഴിയോ അല്ലെങ്കിൽ NAPS വഴിയോ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവരും ഇതിലേക്ക് എലിജിബിൾ അല്ല. ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻകം 8 ലക്ഷത്തിന് മുകളിൽ 2023-24 വാർഷിക വരുമാനം 8 ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല. ഇനി അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ നിങ്ങളുടെ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ ഈ പറയുന്ന ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അങ്ങനെയുള്ളവരുടെ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദർ മദർ അതുപോലെ ബ്രദർ സിസ്റ്റർ ഈ ഒരു റിലേഷൻ ആട്ടോ, അല്ലെ വേറെ മറ്റു കുടുംബം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. മന്ത്ലി അസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇന്റേൺ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ് ഒരു സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കും. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് നൽകുന്ന എമൗണ്ട് ആണ് 4500 രൂപ ഒരു ഉദ്യോഗാർത്ഥിക്ക് മന്ത്ലി കിട്ടും. അത് 12 മാസം വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ മാസം 4500 രൂപ കിട്ടും. അത് കൂടാതെ UCIL, അതായത് ഈ പറയുന്ന യുറേനിയം കോർപ്പറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനി നമുക്ക് തരുന്നത് 3500 രൂപയാണ് മന്ത്ലി നമുക്ക് ഓരോ മാസം വെച്ചിട്ട് തരും. അങ്ങനെ 12 മാസം. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് ഉണ്ടാകുക. അപ്പം 4 3 7 8 രൂപയാണ് നമുക്ക് മന്ത്ലി കിട്ടുന്ന എമൗണ്ട്. ഓക്കെ. 8 രൂപയാണ് മന്ത്ലി കിട്ടുക. പിന്നെ ഒരു 1 ടൈം ഗ്രാൻഡ് ആയിട്ട് നമുക്കൊരു 6000 റുപ്പീസും പാടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തരും. ഓക്കെ. അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കും. പിന്നെ അതർ ഫെസിലിറ്റിയിൽ വരുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന UCIL നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അക്കമഡേഷൻ നൽകും, അതുപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും നൽകും.
പിന്നെ അതോടൊപ്പം തന്നെ ഇതൊക്കെ ഫ്രീ ആയിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ നമുക്ക് UCL ക്യാൻറ്റീനിൽ ഭക്ഷണവും തരും. അത് നിങ്ങൾ ഡ്യൂട്ടി സമയത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെസിലിറ്റിയും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്, UCL നമുക്ക് തരുന്നതാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അക്കോമഡേഷൻ കിട്ടിക്കോളുന്നില്ല, അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ചെല്ലുന്നവർക്ക് ആദ്യം എന്നുള്ള ലെവലിലായിരിക്കും ഇത് കൊടുക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ PM ഇന്റേൺഷിപ്പ് പോർട്ടലുണ്ട്, അത് വഴിയാണ് കാണിക്കാം. അതോടൊപ്പം നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് സിസ്റ്റം ഒരു റെസ്യൂമെ ജനറേറ്റ് ചെയ്യും. അത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഒക്കെ കൊടുക്കാം, ഏതാണ് ഫങ്ഷണൽ റോൾ, ലൊക്കേഷൻ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചോയ്സ് ഉണ്ടായാലും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ വേറെയും കമ്പനീൻ്റെ വരും, അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇതിലൊരിക്കലും ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് ഇത് കഴിഞ്ഞാൽ ഈ പറയുന്ന UCL ജോലി തരുന്ന യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ തരില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഇൻറ്റേൺഷിപ്പ് പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ UCL പിന്നീട് റിക്രൂട്ട്മെൻ്റ് ഒക്കെ വിളിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുകയും നമുക്കൊരു പ്രിഫറൻസ് അവിടെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രിഫറൻസ് ഒക്കെ കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്താണെന്ന് ഞാനൊന്ന് ഷോർട്ടാക്കി പറയാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. അതായത് ഇപ്പം നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പം ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലൂടെ എന്താണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കോഴ്സ് കഴിഞ്ഞിട്ട് വലിയ വലിയ കമ്പനി കയറിയിട്ട് എന്താണ് ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിന് നിശ്ചിത സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. അത് നാഡ്സ് ത്രൂ വഴിയാണ് അത് കൊടുക്കുന്നത്. ഇനി അതല്ലാത്ത കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഇത്തരം ഡിപ്ലോമ കഴിഞ്ഞവർക്കോ എന്താണ് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്ന സ്കീം അല്ലാതെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കുറച്ച് എന്താണ് ഈ പറയുന്ന ഫാമിലി ഇൻകം ഒക്കെ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കുറച്ചും പാടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറച്ചും പാടെ എന്താണ് ഉദ്യോഗാർത്ഥികൾ വെറുതെ ഫ്രീ ആക്കിയിട്ടുണ്ട്, അവരെ എന്താണ് അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്കൊരു എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് PM ഇന്റേൺഷിപ്പിൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു നിശ്ചിത എമൗണ്ടേ നമുക്ക് ഉണ്ടാവുള്ളൂ, നമുക്ക് നമ്മുടെ ചിലവുകൾ ചെയ്തു പോകാനുള്ള എമൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കുന്നതിലൂടെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ കമ്പനി, അതായത് പറയുന്ന യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അല്ലാതെ കയറാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കവിടെ കിട്ടുന്ന ഒരു എൻട്രി. പിന്നെ നമുക്കത് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത്, വാലിഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ അതിൽ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന ലിങ്ക് കൊടുക്കുമ്പം ഈ പേജിലേക്ക് വരും, UCL എന്ന് പറഞ്ഞിട്ട്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ കാണിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. ഞാൻ കാണിക്കാം. അതിന് മുൻപ് ഈ 2 വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. അതായത് PM ഇന്റേൺഷിപ്പ് വീഡിയോ, ഇത് ഞാൻ കുറച്ച് മുൻപ് ചെയ്താൽ PM ഇന്റേൺഷിപ്പ് നമുക്ക് 2024 ഒരു എന്താണ് ജൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റിലേക്കാണ് അതിൻ്റെ ഇത് വന്നത്. ഓക്കെ, ഒഫീഷ്യലി അത് ഡിക്ലെയർ ചെയ്തത് 2024 ലാസ്റ്റിലേക്കാണ്. അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് PM ഇന്റേൺഷിപ്പ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്, എന്താണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ PM ഇന്റേൺഷിപ്പിൻ്റെ പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഈ 2ാമത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട, ഈ വീഡിയോ 2ഉം കാണാം നിങ്ങൾ, എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ കിട്ടും. എന്നിട്ട് നിങ്ങൾ സ്വമേധയാ തീരുമാനിക്കാൻ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യണോ എന്നൊക്കെ കേട്ടോ. ഈ PM ഇന്റേൺഷിപ്പ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇന്റേൺഷിപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യണോ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ എന്താണ് ആപ്പ് ഉണ്ട്, ആൻഡ്രോയിഡ്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യാറുണ്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മൾ നേരെ PM ഇന്റേൺഷിപ്പിൻ്റെ പോർട്ടലിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ്സ് ഒക്കെ ഏൺ ചെയ്യാമെന്നുള്ള ആഡൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ആദ്യം നിങ്ങളെ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ് എന്തോ ക്യാഷ് അവാർഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൽ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ PM ഇന്റേൺഷിപ്പ് സ്കീമിൻ്റെ പുതിയ പോർട്ടലാണ്. അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ്, അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് കാണാം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇത് പ്രൈവറ്റ് അല്ല, 100% നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പോർട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ
ഒരു ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എന്താണ് അവർക്ക് ഈ പറയുന്ന ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന കമ്പനികളുണ്ട്. അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താണ് സ്ലൈഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഓരോ വിവിധ നിങ്ങൾക്ക് ഇവിടെ കാണാം വലിയ വലിയ കമ്പനികളൊക്കെ NHPC, സെയിൽ, ഇതെല്ലാം ഇതിലുണ്ട്. ഓക്കെ, മാരുതി സുസുക്കി പ്രൈവറ്റും ഉണ്ട്, അതുപോലെ നമ്മുടെ എന്താണ് ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് സ്കീമുണ്ട്. ഓക്കെ, ഇനി ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ ജോബ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമോ എന്നുള്ളത് അറിയില്ല. നിലവിൽ നമുക്ക് അതൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കാം. ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. PM ഇൻറ്റേൺഷിപ്പ് വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യം രജിസ്റ്റർ നിങ്ങൾക്ക് ആ യൂത്ത് രജിസ്ട്രേഷൻ എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുത്ത് നിങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ചെയ്യേണ്ട വീഡിയോ ആണ് നിങ്ങൾക്ക് PM ഇൻറ്റേൺഷിപ്പ് രജിസ്ട്രേഷൻ വീഡിയോ നമ്മുടെ ടാബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തവർ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് അങ്ങനെ ലോഗിൻ ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കുണ്ടാകുക. അപ്പം ഞാൻ ഇവിടെ KYC ആദ്യം നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യണം. അതിന് ശേഷം ആധാർ നമ്മളെ OTP വരും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ സ്കിൽസ്, ലാംഗ്വേജ്, പിന്നെ പ്രൊഫൈൽ കംപ്ലീറ്റഡ്. അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ 7 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവും. പ്രൊഫൈൽ കംപ്ലീറ്റ് ആയാലും നമുക്കിവിടെ CV എന്ന് പറഞ്ഞിട്ടാവും. നമ്മുടെ പ്രൊഫൈൽ ഒരു CV ആയിട്ടാണ് കിടക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ മൈ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിപ്പം ഡിസേബിൾ ആയി കിടക്കുകയാണ്. കാരണം ഞാനിത് കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ ഒരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. കാരണം ആധാറൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് OTP ഒക്കെ വരണം, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പോൾ ഇതുവരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ പറയുന്ന വീഡിയോയിലുണ്ട്. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്ത് പോയാൽ മതി. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺടാക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ ടീമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ, ഇത്തരം ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളെ കുറിച്ചിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വെറും ജോലി മാത്രമല്ല, അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങിയവരുണ്ടായിരിക്കുക. അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇത്തരം കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ദയവായിട്ട് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.